സ്വാഭാവികമായി അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം നമുക്ക് ചേർത്ത് പറയേണ്ടതുണ്ട്. പറയാതെ പോകാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഈ ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ സോഷ്യൽ മീഡിയയിൽ അടക്കം കോൺഗ്രസിന് വേണ്ടി ഫൈറ്ററായി വീണ്ടും വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒടുവിൽ നമ്മൾ കണ്ടു പല വിഷയങ്ങളിലും. ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നത് റെജി ലൂക്കോസ് BJPയിലേക്ക് പോയപ്പോഴടക്കം രാഹുൽ വലിയ രൂക്ഷമായ ഭാഷയിൽ CPMനെ ആക്രമിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിലൊക്കെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല കോൺഗ്രസിന്റെ സൈബർ അണികളൊക്കെ രാഹുലിന് വേണ്ടി രാഹുലിന് ലൈക്ക് അടിക്കുകയും രാഹുലിന് കമന്റ് ഇടുകയും ഒക്കെ ചെയ്ത് രംഗത്ത് വരുന്ന സാഹചര്യം കണ്ടു. ഒടുവിൽ നോക്കൂ, PJ കുര്യൻ ആദ്യം ഒരു അഭിപ്രായം പറയുന്നു, രാഹുലിന് സീറ്റ് കൊടുക്കരുതെന്ന്. അതിനുശേഷം രാഹുലുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PJ കുര്യൻ നിലപാട് മാറ്റുന്നു. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. അങ്ങനെ പൂർണ്ണമായും കോൺഗ്രസ് തള്ളിപ്പറയുമ്പോഴും കോൺഗ്രസിലെ ചില നേതാക്കളെങ്കിലും രാഹുലുമായി ബന്ധം സൂക്ഷിക്കുന്നുണ്ട്, രാഹുലുമായി സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല രാഹുലിനെതിരെ തിടുക്കപ്പെട്ടെടുത്ത നടപടി എന്ന തരത്തിലുള്ള അഭിപ്രായമൊക്കെയുള്ള ചില ചെറിയ വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ആ പാർട്ടിയിലുണ്ട് എന്ന് പറയാതിരിക്കാനൊക്കെ ആവില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം, അക്കാര്യത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനം, അദ്ദേഹത്തിന്റെ നിലപാട് പൊതുജന സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പാർട്ടിക്കുള്ളിൽ കൂടിയും ആ തീരുമാനത്തിന് ഒരു പിന്തുണ ലഭിക്കുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാവുന്നു. അതിൽ ഞാൻ കരുതുന്നത് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യത്തിൽ തിടുക്കപ്പെട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 3 പരാതികൾക്കപ്പുറത്തേക്ക് മറ്റേതെങ്കിലുമൊക്കെ പരാതികൾ സമാനമായ രീതിയിൽ പാർട്ടി നേതൃത്വത്തിന്റെ മുമ്പിൽ നേരത്തെ വന്നിട്ടുണ്ടെന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആ പരാതികളൊക്കെ വരും ദിവസങ്ങളിൽ പോലീസിലേക്ക് എത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ ചില പരാതികൾ വ്യക്തിപരമായി എങ്കിലും ആ പ്രതിപക്ഷ നേതാവ് നിലയ്ക്കോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചില നേതാക്കളുടെ അടുത്തൊക്കെയോ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സതീശൻ അത്തരമൊരു കടുത്ത നിലപാട് സ്വീകരിക്കുന്നതും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴും താൻ എടുത്ത ആ നിലപാടിനെ കൃത്യമായി അതിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അത് ശരിയായിരുന്നു എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി പോകുന്ന ഒരു നേതാവിനെ നമുക്ക് ഇപ്പോഴും കാണാനും കഴിയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് അയാളെ പുറത്താക്കിയിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ. സ്വാഭാവികമായും ഇനി കോൺഗ്രസിന് കൈ കഴുകി മാറി നിൽക്കാം. കോൺഗ്രസിനുമായി ഏതെങ്കിലും ബന്ധമില്ലാത്ത, ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരാൾ, അയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാവട്ടെ, അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ, ജയിലിൽ പോകട്ടെ, എന്തൊക്കെ തരത്തിലുള്ള നിയമ നടപടികളാണോ അതൊക്കെ വന്നോട്ടെ, അതൊന്നും ഈ പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ല, കോൺഗ്രസിനെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ തീരുമാനത്തിലൂടെ അത്തരമൊരു കരുത്ത് പോലെ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് എന്നത് അവർക്ക് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM ഈ വിഷയം വീണ്ടും സജീവമായി ലാൻഡ് ലൈറ്റിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളുമുണ്ട്. അത് V ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ രാവിലെ മാധ്യമങ്ങളെ കാണണമെന്ന് അറിയിച്ചിട്ടുണ്ട്, പ്രതികരണം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് ഇന്നിപ്പോൾ നേരം പുലരുന്നത് തന്നെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് എന്ന വാർത്തയോടുകൂടിയാണ്. അതിൽ ആ വിഷയത്തിൽ സജീവമായി ആ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ ഒരു കോൺഗ്രസിനെ അടിക്കാനുള്ള ഒരു വടിയായി ഉപയോഗിക്കാൻ തന്നെയായിരിക്കും സ്വാഭാവികമായും CPM അത്തരമൊരു നീക്കമായിരിക്കും CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അങ്ങനെ എങ്കിൽ അത് സജീവ വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ട് CPM വരികയും ചെയ്യും. എന്തായാലും രാഹുൽ ഈ പോരാട്ടത്തിൽ ഒറ്റയ്ക്കാണെന്ന നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത്. കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല എന്ന നിലപാടിൽ തന്നെയായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് പോവുകയും ചെയ്യുക. യെസ്, എന്തായാലും കോൺഗ്രസ് ഏത് രാഹുൽ എന്ന് നിശ്ചയമായും ഇന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നേതാക്കളുടെ മുന്നിൽ മാധ്യമങ്ങൾ മൈക്കുമായി ചെല്ലുമ്പോൾ അതേ ചോദ്യം തന്നെയായിരിക്കും ഇന്ന് ചോദിക്കുന്നുണ്ടാവുക. പക്ഷേ ഇടയ്ക്ക് കുറെ കൂടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളൊക്കെ അദ്ദേഹം നടത്തി. PJ കുര്യനുമായി സംസാരിക്കുന്നു. രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല എങ്കിൽ കൂടിയും കുര്യനുമായി സംസാരിച്ചത് വാർത്തകളിൽ നിറയുന്നു. അങ്ങനെ ഒരു സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപക്ഷെ പാലക്കാട് വീണ്ടും മത്സരിക്കാനുള്ള കളമൊരുക്കാനുള്ള ശ്രമങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ലോക്കാകുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾക്കെതിരെ എന്തുതരം കേസ് വന്നാലും പാർട്ടി അത് ബാധിക്കാനിടയില്ല, സ്വാധീനിക്കാനിടയില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയുമെങ്കിലും ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത വേളയിൽ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ മറ്റ് കക്ഷികൾ എന്തായാലും ഉപയോഗപ്പെടുത്തുമെന്നുള്ളത് കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് രാഹുൽ എന്ന് ചോദിച്ച് കൃത്യമായി ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ പോരാട്ടം നയിക്കേണ്ടത് രാഹുൽ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. അതിനടക്കം ഈ രാഹുലിന് വേണ്ടി സജീവമായി
കൃത്യമായി ഇടപെടുന്ന സൈബർ ടീം കൂടിയുണ്ട്. അപ്പോൾ ഈ സൈബർ അംഗങ്ങളുടെ അല്ലെങ്കിൽ ഈ സൈബർ ആളുകളുടെ ഒരു വിവരം കൂടി ലഭിക്കണം. ഇന്നലെ അർദ്ധരാത്രി നടന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങൾ സജീവമായി വരുന്നതേ ഉള്ളപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള ഫൈറ്റ് അവർ തുടരുമോ എന്നുള്ളത് അറിയാം. അതേസമയം എത്രത്തോളം ശക്തമായാണ് ഈ കേസിൽ പോലീസ് നിലപാടെടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് കൂടി നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വിഷ്ണു നമ്മോടൊപ്പം ഉണ്ട്. വിഷ്ണു, ഇനിയിപ്പോൾ അറിയേണ്ടത് നിയമ നടപടികളാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം. ഇന്ന് ഞായറാഴ്ചയാണ്. പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിൽ ആയെങ്കിൽ കൂടി മജിസ്ട്രേറ്റ് പ്രത്യേകമായി ഇദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കുമായിരിക്കും. എങ്കിൽ കൂടിയും പോലീസിൻ്റെ ഇനിയുള്ള നടപടികൾ, ഇദ്ദേഹത്തിന് അഭിഭാഷകരുമായി സംസാരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടാവില്ല എങ്കിൽ കൂടി അഭിഭാഷകർ നീക്കം നടത്തുന്നുണ്ടാവണം. അപ്പോൾ രണ്ട് സൈഡിലെയും നീക്കങ്ങൾ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് വിഷ്ണു? എല്ലാ പഴുതുകളും അടച്ചു തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തതും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള എയർ ക്യാമ്പിൽ വരെ എത്തിച്ചത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ അടക്കം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തിന് ഇതിന് ശേഷം തിരുവല്ല മജിസ്ട്രേറ്റിന് മുൻപിൽ അദ്ദേഹത്തെ ഹാജരാക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. മാത്രമല്ല, ഇനി യുവതി കാനഡയിൽ നിന്ന് ഇപ്പം താമസമായിരിക്കുന്ന തിരുവല്ല സ്വദേശിനിയായ യുവതി ഇന്ന് നാട്ടിലെത്തും. വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു അവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. ഇനി നേരിൽ പോലീസിന് അവരോട് സംസാരിക്കേണ്ട സാഹചര്യമുണ്ട്. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വാങ്ങാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടുതൽ വിവരങ്ങൾ രാഹുലിൻ്റെ പോലീസിന് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. പോലീസ് വിഭാഗത്തിൽ നിന്ന് ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥർ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇന്നലെ അദ്ദേഹത്തെ പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം സഹായി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പോലും അറിയാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട വരെ എത്തിച്ച് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നു. പക്ഷേ സഹായിക്ക് എവിടെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് തക്കവിധത്തിലുള്ള ഒരു വിവരവും കിട്ടാതെ വിഷമിച്ച സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെ അഡ്വക്കേറ്റിനെ കാണാനുള്ള നിയമപരമായുള്ള നീക്കങ്ങൾ നടത്താനുള്ള സാഹചര്യവും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്നില്ല. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ പല അവസരങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയെങ്കിലും പല അവസരങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ അദ്ദേഹത്തെ അനുകൂലിച്ച് സാമൂഹ്യ മാധ്യമങ്ങളടക്കം രംഗത്ത് വന്നിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും കാണാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. പത്തനംതിട്ട എയർ ക്യാമ്പിൽ പുരോഗമിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള സാന്നിധ്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുന്നത്. ഇതിനുശേഷം അദ്ദേഹത്തെ തിരുവല്ല മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി